തിരികെത്തുന്നു വാർത്തയിലേക്ക്. സിനിമയിൽ മികച്ച വേഷം ലഭിക്കാൻ കിടക്ക പങ്കിടണമെന്ന് ആവശ്യപ്പെട്ട നിർമ്മാതാവിനെതിരെ പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകുമെന്ന് കോഴിക്കോട് സ്വദേശിനിയായ യുവനടി. കുഞ്ചാക്കോ ബോബൻ, ടൊവിനോ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ചെയ്യുന്ന സിനിമയിൽ മികച്ച കഥാപാത്രം തരാമെന്നും ലക്ഷങ്ങൾ പ്രതിഫലം നൽകുമെന്നും വാഗ്ദാനം ചെയ്താണ് തന്നോട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് നിർമ്മാതാവ് ആവശ്യപ്പെട്ടതെന്ന് യുവനടി കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. താൻ അപ്പോൾ തന്നെ നോ പറഞ്ഞെന്നും നിർമ്മാതാവിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇവർ വ്യക്തമാക്കി. എനിക്കങ്ങനെ ശാരീരികമായിട്ടുള്ളൊരു സെക്ഷൽ അബ്യൂസിനൊന്നും ഞാൻ ഇരയായിട്ടില്ല. എന്നാൽ പോലും നമ്മളോട് ഒരാളെ വിളിച്ചിട്ട് പറയുന്നു, അമൃത ഒരു റോളുണ്ട്, പിന്നെ അത്യാവശ്യം നല്ല റോളാണ്, ക്യാരക്ടർ റോളാണ്, ഡയലോഗ് സീനൊക്കെ ഉണ്ട്, പിന്നെ ടൊവിനോ, കുഞ്ചാക്കോ ബോബനൊക്കെ ഉള്ളതാണ്. ഇതിൽ അമൃതയ്ക്ക് അപർണ ബാലമുരളിയുടെ ക്ലോസ് ഫ്രണ്ടായിട്ട് അഭിനയിക്കാനാണ് വന്നിരിക്കുന്നത്. അതിൽ 8 ദിവസത്തെ വർക്കാണ്. 2,40,000 രൂപ കയ്യിൽ തരും. ഡെയിലി 30,000 രൂപയാണ് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം എഗ്രിമെൻ്റ് എഴുതുമ്പോൾ 50,000 രൂപ എഗ്രിമെൻ്റ് എഴുതുമ്പോൾ കയ്യിൽ തരാം. അപ്പോൾ അമൃതയ്ക്ക് എപ്പോഴാണെന്ന് വെച്ചാൽ അമൃത തയ്യാറായിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാർ പറഞ്ഞോളൂ, ഞാൻ ഓക്കെയാണ്, എപ്പോഴാണെന്ന് വെച്ചാൽ സാർ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പം അപ്പോഴേക്കും സാറ് പറഞ്ഞു, അവർ പറഞ്ഞു, പിന്നെ അത് അമൃത ഒരു കാര്യം എന്താ വെച്ചാൽ, അമൃതയ്ക്ക് അറിയാവുന്നതല്ലേ, ഫിലിം ഫീൽഡല്ലേ, അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അമൃത തയ്യാറാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, എടാ അത് അമൃതയ്ക്ക് അറിയുന്നതല്ലേ, ഫിലിം ഫീൽഡല്ലേ. ഞാൻ പറഞ്ഞു, ഫിലിം ഫീൽഡിൽ എന്താ കുഴപ്പമെന്താ? അപ്പം പറഞ്ഞു, എടാ അത് ഡയറക്ടറോ മറ്റാരെങ്കിലും നിന്നോട് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ഫിസിക്കലി അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ, കിടക്ക പങ്കിടാനോ കൂടെ കിടക്കാനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ തയ്യാറാണോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കലുമില്ല, അത് ഞാനങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ ഫിലിമിലേക്ക് വന്നത്, എനിക്ക് അഭിനയിക്കാൻ നല്ല താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പറഞ്ഞു, എടാ അത് നിനക്ക് താല്പര്യമില്ല കുഴപ്പമില്ല, അഭിനയിക്കാൻ ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറായ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അമൃതയ്ക്കാണെങ്കിൽ ക്യാരക്ടറിന് പറ്റിയ ഫേസ് ആയതുകൊണ്ടാണ് അമൃതനെ വിളിച്ചത്. മാത്രമല്ല അവർക്കാണെങ്കിൽ അഭിനയിക്കാനുള്ള കഴിവുമില്ല. അപ്പോൾ അമൃതയ്ക്ക് പറ്റുവാണെങ്കിൽ അത് സെറ്റാക്കാമായിരുന്നു വിചാരിച്ചിട്ടാണ് വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ പെൺപിള്ളേരോട് ഇങ്ങനെ അനീതി കാണിക്കുന്നത് തെറ്റല്ലേ, നിങ്ങൾ ഈ ആൺപിള്ളേരോട് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ വിളിക്കാറുണ്ടോ? ഈ പെൺപിള്ളേരോട് മാത്രം ഇങ്ങനെ ഒരു ആക്രമണം കാണിക്കുന്നത് തെറ്റല്ലേ എന്ന് വെച്ചപ്പോൾ പറഞ്ഞു. അന്നപ്പം പറഞ്ഞു, പിന്നെ എടാ അത് വെച്ചാൽ ഈ ഫിലിം ഫീൽഡാണ്, നിനക്കറിയാവുന്നതല്ലേ, ഇത് സാധാരണയായിട്ട് ഫിലിം ഫീൽഡ് നടക്കുന്നൊരു കാര്യമാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഇത്രയും തുക തന്നിട്ട് നിങ്ങളെ ഫേമസ് ആക്കുക അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്നൊരു നടിയിലേക്ക് നിങ്ങളെ മാറ്റുക എന്ന് പറയുന്നത്, അത് ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത്രയും തുക ഞങ്ങൾക്ക് തരേണ്ട കാര്യമില്ല. പക്ഷേ ഞങ്ങൾ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ രീതിയിലേക്ക് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഒരിക്കലും ഞാനതിന് തയ്യാറല്ല, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അവരെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, എടാ അങ്ങനെയാണെങ്കിൽ നിനക്ക് വേറെ ഏതെങ്കിലും നല്ല റോള് കിട്ടുകയാണെങ്കിൽ ഞാൻ വിളിക്കുന്നുണ്ട്, 3,000-2,000 പെർ ഡേയിൽ കിട്ടുന്ന റോള് കിട്ടുകയാണെങ്കിൽ വിളിക്കാമെന്ന്. പറഞ്ഞ ആളുടെ പേരെന്താണ്? ഷൈജു എന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്. സിനിമയുടെ പേര് അനൗൺസ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. കുഞ്ചാക്കോ ബോബൻ, ടൊവിനോ, അപർണ ബാലമുരളി, വേറെ നടിമാരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അത്ര ഓർമ്മയില്ല. ഇന്നിപ്പോൾ അന്വേഷണ കമ്മീഷന് മുന്നിൽ പരാതി മൊഴി നൽകാൻ പോവുകയാണല്ലേ? അതെ, 12 മണിക്ക് വീട്ടിൽ വരാമെന്നാണ് പറഞ്ഞത്. ഉച്ചയുടെ മുന്നേ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും പരാതിയുമായി തന്നെ ശക്തമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പോകണം. കാരണം എന്തായാലും ഒരു മാറ്റം വരണ്ടേ. കാരണം നമ്മളെപ്പോലുള്ള പെൺപിള്ളേർ, ഇന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഫിലിമിലേക്ക് വരണമെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു അഴിമതി ആഭാസം തോന്നിയാസമൊക്കെ ആണെങ്കിൽ ആർക്കാ കയറാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും അഡ്ജസ്റ്റ്മെൻറ്റിന് ഇന്നത്തെ ആൾക്കാർ ഇനി തയ്യാറാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മാറ്റം എന്തായാലും അനിവാര്യമാണ്. അതുകൊണ്ട് തുടരുക തന്നെ ചെയ്യും, പരാതി കൊടുക്കുകയും ചെയ്യും.